രസകരമായ കോമഡി ആയിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ ജീവിതകഥ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നല്ല രൂപത്തിലുള്ളൊരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു. ഇൻ്റർനാഷണൽ ലെവലിലുള്ള ക്രൈം കോടതി നെതന്യാഹുവിൻ്റെ അവസാനത്തെ അപ്പീലും തള്ളിക്കൊണ്ട്, അഥവാ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കൂട്ടിലടക്കാൻ വേണ്ടി, ജയിലിലടക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതെത്ര കണ്ട് അത് സ്ഥിരീകരിക്കപ്പെടും, അഥവാ അത് യാഥാർത്ഥ്യമാക്കപ്പെടുമെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ നെതന്യാഹുവിനെ ഇങ്ങനെ ഒരു ആപ്പിലാക്കുന്ന, അതല്ലെങ്കിൽ യാത്രകളെ തടസ്സമാക്കുന്ന ഇങ്ങനെയുള്ളൊരു ജാമ്യാപേക്ഷ തള്ളിക്കളയിൽ വലിയ രൂപത്തിൽ ആ മനുഷ്യൻ്റെ യാത്രകളെ തടയുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇൻ്റർനാഷണൽ വേൾഡ് വൈഡായിട്ട് വരുന്ന ക്രൈം കോടതി ഇത് വലിയ രൂപത്തിൽ യുദ്ധക്കുറ്റം ചെയ്തുവെന്നും, അതുമാത്രമല്ല പാവങ്ങളായിട്ടുള്ള ആളുകളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ പല പരിപാടികളും ആവിഷ്കരിച്ചുവെന്നും തെളിഞ്ഞ കുറ്റകൃത്യങ്ങളിൽപ്പെട്ടതാണെന്നും, അതുകൊണ്ട് തന്നെ ഇപ്പം ഈ സമയത്ത് ഒരു ജാമ്യം അപേക്ഷ തള്ളിക്കളയാനല്ലാതെ നിർവാഹമില്ല എന്ന് കോടതി ലോകത്തിന് മുമ്പിൽ പറയുമ്പം, കിരാതന്മാരിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് അവസാനം ഇന്ന് അത്യാധുനിക ലോകത്ത് കിരാതനായിട്ടുള്ള നെതന്യാഹു പറയുന്നുണ്ട്, ഞാൻ അതും ജയിച്ച് കയറുമെന്ന്. സ്വാഭാവികമാണ്, കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇതൊരു കുറ്റമല്ല, ഞാൻ ഇനിയും ഒരുപാട് ചെയ്യാൻ പോവുകയാണ്, അതിനപേക്ഷിച്ച് ഇതൊന്നും ഒരു കുറ്റമല്ല, ഞാൻ നിങ്ങളുടെ ഒരു ജാമ്യാപേക്ഷ തള്ളിക്കളയുന്നത് സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടുത്തെ ഹീബ്രു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രസകരമായ ഇടയ്ക്കായിട്ടൊരു വെല്ലുവിളിയും നെതന്യാഹു സ്വീകരിക്കേണ്ടി വന്നു. ഹമാസിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഏരിയയിൽ പോയിട്ട് ഒരു ഒളിയാക്രമണം നടത്താൻ വേണ്ടി ശ്രമിച്ച ഗറില്ല മുറകൾ സ്വീകരിച്ചുകൊണ്ട് IDF ശ്രമിച്ചപ്പം ഒന്നുമല്ലാതെ ആയി പോകുന്ന ആ ഒരു കുഴിബോംബിൽ അങ്ങനെ പൊട്ടിത്തെറിച്ചങ്ങ് പോയി. ഇതവർ മൂടി വെക്കുകയും ജാമ്യാപേക്ഷ തള്ളിക്കളയുകയും ചെയ്തു എന്ന് പറയുന്ന ആ ഒരു ട്രെൻഡാണ് ഇപ്പോൾ ലോകത്താകമാനം വൈറലായിക്കൊണ്ടിരിക്കുന്ന വാർത്ത. സത്യത്തിൽ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞിട്ട് 2 ദിവസമായി. പക്ഷേ ഇന്നത് പുറത്തുവിടാനുള്ള കാരണം എന്താ? 10-12 പേരടങ്ങുന്ന ഒരു ട്രൂപ്പ് ഹമാസിൻ്റെ ഏതോ കുഴിമാടങ്ങളിൽ പോയി തപ്പി നോക്കുമ്പോൾ അവിടെ നിന്ന് കുഴിബോംബ് പൊട്ടിത്തെറിച്ച് ഒന്നുമല്ലാതായി പോയിട്ടുണ്ട്. അതിനെ മറച്ചു വെക്കാൻ, ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളി എന്നും പറഞ്ഞിട്ട് വലിയ ഘോരമായ ഒരു വാർത്തയാക്കി കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇസ്രായേലിൻ്റെ തന്ത്രം. ഏത് സമയത്തും ഒരു ന്യൂനത പറയുന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ മറച്ചു വെക്കാൻ വേണ്ടി ഇസ്രായേൽ സമൂഹം ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പഴയകാലത്തും അങ്ങനെ തന്നെയാണുള്ളത്. ചരിത്രപരമായി നമ്മൾ അന്വേഷിക്കുമ്പം എവിടെയാണോ ഇസ്രായേൽ തെറ്റിനെ അല്ലെങ്കിൽ അവരുടെ പോരായ്മയെ സമ്മതിച്ചത്, അതിനേക്കാൾ ഉപരി അവർക്ക് ജാള്യത ഉള്ളതിനെ മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇന്ന് 10-12 ഇല്ലായ്മ ചെയ്ത് പെട്ടിയിലായപ്പോൾ അതൊന്നും സംഭവിച്ചിട്ടില്ല, അത് ലോകം അറിയുകയും അതുപോലെ ചർച്ചയും ചെയ്യപ്പെടാൻ ഉണ്ടാകരുത്, സാധ്യത ഉണ്ട്. അതുകൊണ്ട് അതിനെ ഒന്ന് മറച്ചു വെക്കുക, എൻ്റെ ഈ സംഭവത്തെ ഒന്ന് എടുത്തങ്ങോട്ട് മുന്നോട്ടിട്ടിട്ട് അലക്കുക ഏതായിരുന്നു. പക്ഷെ അത് അറിയാൻ പറ്റും, ഈ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞാൽ അത്ര കണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത് വലിയ രൂപത്തിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നതൊക്കെ വെറുതെ ഒരു പരിപാടി എന്നതേ ഉള്ളൂ. എന്താണെങ്കിലും ഈ അടക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഹമാസിൻ്റെ ഏതോ ഒരു ടണലിൽ പോയിട്ട് പരിശോധിക്കുന്നതിനിടയ്ക്ക് അവിടെ തന്നെ ഇല്ലായ്മയായിപ്പോയ, അല്ലെങ്കിൽ അവിടുത്തെ കുഴിബോംബ് ബ്ലാസ്റ്റ് ചെയ്തിട്ട് തകർന്ന് തരിപ്പണമായി പോയ ആ ഒരു ജീവനുകൾ ഈ IDFന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ മറവിൽ ഈ കാര്യങ്ങളെടുത്ത് കൂടുതൽ ഹൈപ്പ് കൊടുത്തു എന്നേ ഉള്ളൂ. അത് വന്നിട്ട് 2 ദിവസമായി. കോടതി റിപ്പോർട്ട് അനുസരിച്ച് നമുക്കറിയാൻ പറ്റും 2 ദിവസമായിട്ട് നെതന്യാഹുവിൻ്റെ ആ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പുതുതായിട്ടൊരു വാർത്തയൊന്നുമല്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ അത് കൊണ്ടുവന്നത് ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ്. എന്താണെങ്കിലും നെതന്യാഹുവിൻ്റെ ഇരുളടഞ്ഞ ജീവിതത്തിൻ്റെ തുടക്കമായി നമുക്ക് ഓരോ ദിനം പ്രതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് തന്നെയാണ് ഏതൊരു അക്രമിയുടെയും അവസ്ഥ. പഴയകാലത്ത് നമ്രൂദ്, അതുപോലെ തന്നെ ബന്ധപ്പെട്ട രാംസെസ് II എന്നറിയപ്പെടുന്ന ഫിരൗൺ ഉൾപ്പെടെയുള്ള ആളുകളുടെ ചരിത്രമൊന്നെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ക്രൂരന്മാരായിട്ടുള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിലേക്കുള്ള നടക്കലാണ് ഈ നെതന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ സംവിധാനത്തിനെ കുറിച്ചൊക്കെ വളരെ
വിപുലമായിട്ട് സംസാരിക്കുന്ന ആളാണ്. എൻ്റെ നിയോഗം ഗ്രേറ്റ് ഇസ്രായേലിന് വേണ്ടിയിട്ട് എന്നൊക്കെ പലപ്പോഴും പ്രസംഗിക്കുന്ന നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കേൾക്കാനിടയായിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും എവിടെയും എത്താതെ ഇപ്പോഴും വഴിമുട്ടി നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് ഇസ്രായേൽ ഒരു ഭാഗത്ത് ഇറാൻ, മറ്റൊരു ഭാഗത്ത് അല്പം ചാരാതെയും നിൽക്കുന്ന സൗദി, അഥവാ ഇണങ്ങിയും പിണങ്ങിയും നിൽക്കുന്ന സൗദി. അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ ജനങ്ങളുടെ വിശ്വാസമില്ലായ്മ ആ ഭരണകൂടത്തെ ഇസ്രായേലിനോട് ചേർത്ത് നിർത്തുന്നതിൽ പിന്നാക്കം കൊണ്ടുപോകുന്നു. ഹിസ്ബുള്ളയാണെങ്കിൽ നേരത്തെ ഫൈറ്റ് ചെയ്യാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഫൈറ്റിങ്ങോട് മുന്നോട്ട് പോകാൻ ഇസ്രായേലിന് ഇപ്പോൾ സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രതിസന്ധികൾക്കിടയിലാണ് ഇറാൻ വെനിസ്വേല എന്ന് പറയുന്ന ഒരു ഭാഗത്തെ വെനിസ്വേലയ്ക്ക് വേണ്ടി വലിയ ഒരു വിപ്ലവകരമായിട്ടുള്ള സഹായം കൊടുക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൻ്റെ ചരിത്രങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇറാൻ ഒന്നും കാണാതെ കളിക്കില്ല എന്നത് ഉറപ്പാണ്. കാരണം ഇറാൻ ഇപ്പോൾ ആവശ്യം ഇസ്രായേലിനെ ഒതുക്കണം, അമേരിക്കയുടെ ആ തണ്ടെന്ന് വെട്ടിക്കളയണം, ഇതേ ഉള്ളൂ. അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റഷ്യയും ചൈനയും കൊടുക്കുന്നുണ്ട്. അപ്പം ഫോർവേഡായിട്ട് കളിക്കാനുള്ള മുഴുവൻ ആ ഒരു കരുത്തും ഇറാൻ ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു എന്നത് മറ്റൊരു വിഷയം. എന്താണെങ്കിലും കാത്തിരുന്ന് കാണാൻ പറ്റുന്ന ഒരു വിഷയം ഇറാൻ എപ്പോൾ തുടങ്ങുന്നു എന്നതല്ല, ഇസ്രായേൽ എപ്പോൾ പുറത്തിമുട്ടിയിട്ട് ഇറാനെ പ്രകോപിപ്പിക്കാൻ നോക്കുന്നു എന്നതേ പ്രതീക്ഷിക്കേണ്ടുള്ളൂ. ഇറാനെ നമുക്ക് പാഠങ്ങൾ പഠിച്ചോടത്തോളം അറിയാൻ പറ്റും. ഇതുവരെ അങ്ങോട്ട് പോയിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല, അമേരിക്കയുടെ ബേസ്മെൻറ്റുകൾ ആക്രമിച്ചിട്ടില്ല. മറ്റ് കുർദുകളുമായിട്ടും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സൗദിയായിട്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ ഈ ഷിയ സുന്നികളായിട്ടുള്ള ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പാശ്ചാത്യ ശക്തികളോട് അങ്ങോട്ട് പോയിട്ട് ഒരു സംഗതിയും ചെയ്യാത്തത് കൊണ്ട് ലോകവികാരം എപ്പോഴും ഇറാൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അത് കാത്തു സൂക്ഷിക്കാൻ തന്നെയാണ് അവിടുത്തെ ആളുകൾ ഒക്കെ. അബ്ബാസ് പെരാഷ്കി എന്ന് പറയുന്ന ആ വിദേശകാര്യ മന്ത്രി അടക്കം സസൂക്ഷ്മമാണ് വിഷയങ്ങളൊക്കെ സ്റ്റേറ്റ്മെൻറ്റിൽ പുറത്തേക്ക് വിടുന്നത്. എന്താണെങ്കിലും കൃത്യമായൊരു ചുവടുവെപ്പോടു കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ യാത്രക്ക് ഒരു വിധത്തിൽ തടയപ്പെടുന്ന ഒരു വലിയൊരു പ്രഖ്യാപനം കൂടിയാണ്. നെതന്യാഹുവിന് പഴയതുപോലെ യാത്ര ചെയ്യാൻ കഴിയില്ല. ജാമ്യം നിഷേധിച്ച സ്ഥിതിക്ക് അതാത് കേസ് കൊടുത്ത രാജ്യത്തിൻ്റെ മുകളിലൂടെ പോകുമ്പം അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയൊക്കെ നിയമപരമായിട്ടുണ്ട് എന്നുള്ള വസ്തുതകളൊക്കെ നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിൽ യാത്രകളൊക്കെ തടയപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്ന രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയായിട്ട് ചുരുങ്ങിപ്പോകുന്ന ഒരാളാണ് ഇന്നത്തെ ആധുനിക ലോകത്തെ ഏറ്റവും വലിയ രക്തരാക്ഷസനായ നെതന്യാഹു എന്ന് പറയുന്നത്. ഇവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ശൈത്യകാലമാണ്, പക്ഷേ ആ ഗസയുടെ പൊന്നോമന മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻറ്റ് കെട്ടാൻ ആവശ്യമായിട്ടുള്ള നിർമ്മാണ വസ്തുക്കൾ കയറ്റിവിടുന്നതിൽ തടഞ്ഞു നിർത്തുകയാണ്. അവിടെയുള്ള വെള്ളം ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് ഗസക്കാർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവിടേക്കുള്ള എല്ലാം നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപനങ്ങളും സൈസ്ഫെയറൊക്കെ നടപ്പിലായിട്ടുണ്ടെങ്കിൽ പോലും ഒരു കരുണയില്ലാത്ത നിലപാടുകളാണ് ഇപ്പോഴും ഈ ഒരു ഇസ്രായേൽ ജനത അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം മുന്നോട്ട് വെക്കുന്നത്. കാര്യം അവർക്ക് ഒന്നേ ഉള്ളൂ, ഗ്രേറ്റ് ഇസ്രായേൽ നടപ്പിലാക്കണം. എന്തേ ഗ്രേറ്റ് ഇസ്രായേൽ? അതിൻ്റെ ചരിത്രപരമായിട്ടുള്ളൊരു പഠനം നമുക്ക് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ ഒരു പരമ്പര ഒരു പ്ലേലിസ്റ്റായിട്ട് തന്നെ നമുക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ചും സംസാരിക്കാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. എന്താണെങ്കിലും ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു വേൾഡ് വൈഡ് ക്രിമിനൽ കോടതി എന്നുള്ളത് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അമേരിക്കയുടെ സപ്പോർട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു അചഞ്ചലമായിട്ടുള്ള ആ ഒരു തീരുമാനം വേൾഡ് വൈഡ് ക്രിമിനൽ കോടതി എടുത്തിട്ടുണ്ടെങ്കിൽ മുക്തകണ്ഠം പ്രശംസിക്കേണ്ടത് തന്നെയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.